ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് തിരുവോണം എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ. ഹാപ്പി ഓണം. എല്ലാവരുടെയും എല്ലാ ദിവസങ്ങളും സന്തോഷത്തിലും സമൃദ്ധിയിലും ഐശ്വര്യത്തിലുമൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു, എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. തിരുവോണ ദിവസമായതുകൊണ്ട് അധികമാരും വീഡിയോ കാണുന്നില്ല എന്നറിയാം. എന്നാലും നമുക്ക് വിടാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്, കുറച്ചു പേരെങ്കിലും ഉണ്ടല്ലോ. 1-2 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് വാട്ടർ ആണ്. 9 ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ 9 ഓഫ് കപ്സിന്റെ എനർജി. ഇത് ഡ്രീമറാണ്. Seven of Earth, the Sun, Queen of Water, Ace of Earth, Four of Water, Five of Earth. ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് എർത്ത് ആണ്. കണ്ടില്ല, ഇന്നത്തെ ദിവസവും വളരെയധികം ആകാംക്ഷയോടുകൂടി പഠിക്കുക. പഠിച്ചിട്ട് സാമ്പത്തികമായിട്ട് മണി കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 8 ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികപരമായ ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പാടുപെടുകയാണ്. അതിനായിട്ടുള്ള അവസരങ്ങൾ നോക്കുന്നു, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു, അതിൻ്റെതായ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് ഇപ്പോഴും ചില കാര്യങ്ങൾ പഠിക്കുക. പഠിച്ചിട്ട് വേണം മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ. അതിനുള്ള അവസരങ്ങൾ എങ്ങനെ വരും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. സെർച്ച് ചെയ്യുകയാണ്, കൂടുതലായിട്ട് സെർച്ച് ചെയ്യുകയാണ് ഉത്സാഹപൂർവ്വം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്നാണ് കാണുന്നത്. ഫോർ ഓഫ് എർത്തിന്റെ എനർജിയാണ്. അതായത് സാമ്പത്തികത്തെ ഉള്ളതിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഉള്ളതിനെ നമ്മുടെ കയ്യിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇത് കൂടുതൽ ഇനി ചെലവാക്കാൻ പറ്റില്ല. കയ്യിൽ കുറച്ച് സാമ്പത്തികമുണ്ട്, അതിൽ കൂടുതലായിട്ട് ചെലവായി പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ഉള്ളതിനെ കൺട്രോൾ ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ഇത് നഷ്ടപ്പെടല്ലേ. സ്റ്റെബിലിറ്റി 4 ആണ് വന്നിരിക്കുന്നത്. 4, 4 ഒക്കെ കാണുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നീങ്ങണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കും ജീവിതത്തിൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനായിട്ട് ഇവിടെ പരിശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ആവണം നിങ്ങളിവിടെ പരിശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. പഠിക്കുകയും മണി ഏൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അതിനായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽസ് തിരക്കുന്നുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ് ഉള്ളത്. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പാടുപെടുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതിലൂടെ ഒരു സ്റ്റെബിലിറ്റി വരുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നിങ്ങളിവിടെ നടത്തുന്നത് എന്ന് കാണുന്നുണ്ട്.
നമുക്കിവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് വാട്ടറിൻ്റെ എനർജിയാണ്. 9 ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ വളരെ നല്ല എനർജിയാണ്, വളരെയധികം സന്തോഷമാണ്. ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷത്തിലാണ് നിങ്ങളിൽ പലരും എന്നാണ് കാണുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് കാണുന്നുണ്ട്. എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് ഇന്നെന്ന് കാണുന്നുണ്ട്. അതുപോലെയാണ് 9 ഓഫ് വാട്ടറിൻ്റെ എനർജി. ആര് പുതിയ ഡ്രസ്സ് ധരിക്കുന്നതാവുക, ഓർണമെൻറ്റ്സ് ധരിക്കുന്നതാവുക, അതിലൂടെ സന്തോഷം അനുഭവിക്കുന്നുണ്ടാവുക, അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള കണ്ടുമുട്ടലുണ്ടാവും, കൂടിച്ചേരൽ, ലൈഫ് എൻജോയ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ദിവസം, ആഗ്രഹ സഫലീകരണത്തിന്റെ ദിവസമാണ് ഇന്ന്. എല്ലാവരുടെയും ഒരുപാട് ഹാപ്പിനെസ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇവിടെ ഡ്രീമറാണ്. പുതിയൊരു ലൈഫ് തുടങ്ങാൻ വേണ്ടി ആരൊക്കെയോ ഇവിടെ ആഗ്രഹിക്കുന്ന പോലെ കാണുന്നുണ്ട്. സ്പിരിച്വലായിട്ട് ഒരു അവേക്കണിങ് വന്നിട്ട് അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു പലരും എന്ന് കാണുന്നുണ്ട്. ഇതുവരെയുള്ള ജീവിതത്തിലെ അനുഭവങ്ങളെ ഓർത്തിട്ട് കുറച്ചുകൂടി സന്തോഷം അനുഭവിക്കണമെങ്കിൽ, മനസ്സമാധാനം ലഭിക്കണമെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് പോകണം. അത് മറ്റ് അനാവശ്യകരമായ കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് ആത്മീയപരമായ യാത്രയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആത്മീയ യാത്രയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കൂടുതലായിട്ടും മാറ്റം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു മാറ്റത്തെ നിങ്ങൾ വിശ്വസിക്കുക, അഥവാ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ ഒക്കെ ഉപേക്ഷിക്കുകയാണ്, അനാവശ്യകരമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുക, എന്നിട്ട് നല്ലൊരു ലൈഫിലേക്ക് വരിക. എനിക്കിനി വേണ്ടത് മനസമാധാനമാണ് എന്നൊക്കെ കരുതിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ തന്നെയുമല്ല, ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിനോടും ആരോടും ഒരു ഇമോഷണൽ കണക്ഷനും ഉണ്ടാകാതെ ഇരിക്കുക. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കാതെ ഇരിക്കുക. അത്തരം ഒരു ലൈഫാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബിഗിനിങ് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. സ്പിരിച്വൽ വേയിലൂടെ കടക്കണമെങ്കിൽ അങ്ങനെയാണ്. ആ ഒരു ഇമോഷണൽ കണക്ഷനും ആരുമായിട്ടും ഉണ്ടാക്കാതെ ഇരിക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല, ഒരു എക്സ്പ്ലനേഷനും ആരോടും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമാധാനവും മാത്രമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇവിടെ വേണ്ടത് അതാണ് ഇവിടെ ഒരു പുതിയ തുടക്കം വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ തന്നെ കാര്യങ്ങൾ മാത്രമാണ്, നമ്മുടെ സമാധാനമാണ് ഇവിടെ ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല, ഒരു എക്സ്പ്ലനേഷനും ആരോടും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഫ്രീ ആയ ലൈഫിലേക്ക് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് 7 ഓഫ് എർത്തിൻ്റെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് ഇവിടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്തോ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളോ എന്തെങ്കിലും ഒരു സാഹചര്യമോ നിങ്ങളിലേക്ക് വന്നു ചേരണം. അതിനായിട്ട് വളരെയധികം ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം. ഇന്നത്തെ ദിവസവും നിങ്ങൾക്കത് ലഭിക്കാതെയാവുമ്പോൾ തീർച്ചയായിട്ടും ഒരു നിരാശ ഉണ്ടാവാം. അങ്ങനെയുള്ള ആ ഒരു എനർജിയിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി നിൽക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒരുപാട് ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോകാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ട് നല്ല ഒരു ശുഭപ്രതീക്ഷയോടുകൂടിയുള്ള ഒരു ലൈഫ്. ഇത് നിങ്ങളുടെ ഒരു പുതിയ തുടക്കം തന്നെയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള കാരണം തന്നെയാണെന്നാണ് കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്, സക്സസ് ആണ്. അതുപോലെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. ഒരു വെളിച്ചത്തിലേക്ക് പോവുകയാണ്. ഇതുവരെയും ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്നും പ്രത്യാശകളോടും പ്രതീക്ഷകളോടും കൂടിയുള്ള ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു ശുഭകരമായ ഒരു ലൈഫ്, അതായത് മറ്റ് ചിന്തകളൊന്നുമില്ലാതെ സന്തോഷത്തിൽ ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മറ്റ് ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ട് ഇഷ്ടമുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് സന്തോഷകരമായി ഇന്ന് നിങ്ങൾക്ക് കൂടിച്ചേർന്ന നിമിഷങ്ങളെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കമാണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ക്യൂൻ ഓഫ് വാട്ടറിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കത് എപ്പോൾ സാധ്യമാകും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്.
അപ്പോൾ ഈ ഒരു കഴിവ് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവർക്ക് ഈക്വലായിട്ട് ഗീവ് ആൻഡ് ടേക്ക് ചെയ്യാനും ഉള്ള ഒരു എനർജി അതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈക്വലായിട്ട് ഗീവ് ആൻഡ് ടേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ജീവിതത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവിടെ സാധിക്കുന്നു. അതുപോലെ മാനസികമായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം, മനസ്സുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിച്ചു കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് സന്തോഷത്തിലിരിക്കാൻ സാധിക്കും. മനസ്സുകൊണ്ട് അറിയാൻ സാധിക്കും എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞു പോയതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഇന്നലെ എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുണ്ടല്ലോ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുവഴി ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് എർത്ത് ആണ്. ഏസ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും സാമ്പത്തികം വന്നു ചേരുന്നു എന്നുള്ളതാണ്. സമ്പത്തിൻ്റെതായ ഒരു തുടക്കമാണ്. ഈ സമ്പത്തിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ എന്താണ് വന്നിരിക്കുന്നത്, ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം ചെലവഴിക്കാൻ ഉണ്ടാകും നിങ്ങളുടെ കയ്യിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേർന്നിട്ടും ഉണ്ടാകും. അതായത് നിങ്ങൾ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക്, ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉടനെ തന്നെ ഇത് കേൾക്കുന്ന ഉടനെ തന്നെ ഇങ്ങ് വരുമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അത് കുറച്ചൊരു 1-2 ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു എനർജി ഉണ്ടാവും. പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഏസ് ഓഫ് എർത്ത് സമ്പത്തിൻ്റെതായ തുടക്കം, സാമ്പത്തികത്തിന്റെ തുടക്കമാണ്. അതായത് വരുമാന മാർഗം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സമൃദ്ധിയിലിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തിന്റെ സമൃദ്ധിയാണ്? സാമ്പത്തികത്തിന്റെ സമൃദ്ധിയിൽ നിങ്ങൾക്ക് ഇന്ന് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെയും ഒരു സമൃദ്ധി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ വളരെയധികം മാറ്റത്തോടുകൂടി, വളരെയധികം എക്സ്പെക്ടേഷൻസ്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു, യാഥാർത്ഥ്യത്തോടു കൂടിയുള്ള യാഥാർത്ഥ്യങ്ങൾ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. അങ്ങനെയൊക്കെയുള്ള ചില നല്ല നല്ല എനർജീസിലേക്ക് നിങ്ങൾക്ക് ഇന്ന് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒത്തിരി സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന കാർഡുകളെല്ലാം വളരെ നല്ല എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലിരിക്കാൻ സാധിക്കുന്നു. ഇവിടെ 4 ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്. അതായത് നിരാശ അനുഭവപ്പെടുന്ന മുൻപിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും മറ്റെന്തോ വരാനുള്ളതിനെ ചൊല്ലി ഇവിടെ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കെന്തോ വരാനുണ്ടല്ലോ, അത് വരും, വന്നിട്ട് വേണം എൻ്റെ കാര്യങ്ങൾ സഫലമാക്കാൻ. എനിക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് തൃപ്തിപ്പെടാൻ പറ്റില്ല, ഉള്ളതൊന്നുമല്ല എനിക്ക് വേണ്ടത്. അങ്ങനെയുള്ള ഒരു വിചാരത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരാശയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ്. അത് ഉള്ളത് കൊണ്ട് കുറച്ചെങ്കിലും ഒക്കെ തൃപ്തിപ്പെടുക, അതാണ് ഏറ്റവും നല്ല കാര്യം. അതാണ് സമാധാനം തരുന്നത്, സന്തോഷം തരുന്നത് അത് തന്നെയാണ്. അല്ലാതെ എവിടെയോ കിടക്കുന്ന ഒന്നിനു വേണ്ടി ആഗ്രഹിക്കുന്നത് അത് പലപ്പോഴും നിരാശയിൽ എത്തിക്കും. അത് ലഭിച്ചില്ല എങ്കിൽ വളരെയധികം നിരാശയിലിരിക്കും. അതേസമയത്ത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 5 ഓഫ് എർത്തിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് കുറച്ച് വിഷമിക്കുന്ന എനർജിയാണ്, വിഷമം അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് ഓണക്കാലമല്ല, ഇന്നത്തെ ദിവസം ചില പ്രത്യേക ചില ബന്ധുമിത്രാദികൾ, മക്കൾ ഒക്കെ വിദേശത്തൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്യനാടുകളിൽ ഉണ്ടെങ്കിൽ അവർ വന്നു ചേരാത്തതിലുള്ള വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആരെങ്കിലുമൊക്കെ ഇന്ന് കൂടി ചേരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോഴൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ ചില വിഷമങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയാണ്. കാരണം ഇഷ്ടമുള്ള വ്യക്തികളെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വിഷമം, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റു ഒരു കാര്യവും ഇല്ല. ഇവിടെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ മെസ്സേജ് നോക്കാം. ഇന്ന് മഹാവിഷ്ണുവിന്റെ മെസ്സേജാണ്. ഭഗവാന്റെ മെസ്സേജ് എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ളത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഭഗവാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തരുന്ന മെസ്സേജ്, അല്ലെങ്കിൽ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ബി ഹംബിൾ എന്ന് വന്നിട്ടുണ്ട്, ബി പോസിറ്റീവ് എന്ന് വന്നിരിക്കുന്നു.
ഒന്ന് കാണിച്ചു കൊടുക്കുക. സ്റ്റേ കണക്റ്റഡ് വിതിൻ എന്ന് വന്നിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ഫ്ലോ വിത്ത് ദ റിഥം. ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരോട് നിങ്ങൾ വഴക്കിടാനും ബഹളത്തിനും ഒന്നും പോകാൻ പാടില്ല, ആരോടും എതിർത്ത് സംസാരിക്കാനും പാടില്ല. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ തന്നെയും നിങ്ങൾ അവരോട് യോജിച്ചു പോവുക എന്നുള്ളത് മാത്രം മതി. ഇനി അവരോട് എതിർത്ത് സംസാരിക്കേണ്ട കാര്യമില്ല, എങ്കിൽ തന്നെ എതിർത്ത് സംസാരിക്കേണ്ട അവസ്ഥ വന്നാൽ പോലും ഇന്ന് നിങ്ങൾ സൈലൻസിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്നുകിൽ നിങ്ങൾ ആ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോവുക, അല്ല എങ്കിൽ നിങ്ങൾ സൈലൻസിലിരിക്കുക. ഇതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പ്രസൻസ് ഓഫ് മൈൻഡാണ് വന്നിരിക്കുന്നത്. തിങ്ക് ആൻഡ് ആക്ട് വൈസ്ലി. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, എന്നിട്ട് ബുദ്ധിപൂർവ്വം അതിനുള്ള ആക്ഷൻ എടുക്കാനും ശ്രമിക്കൂ എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഭഗവാൻ പറയുന്നത് ബി ഹംബിൾ എന്നുള്ളതാണ്. ബി ഹംബിൾ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വളരെ അധികം വിനയമുള്ളവരായിരിക്കൂ. വിനയമുള്ളവരായിരിക്കും എന്ന് പറയുമ്പോൾ ആങ്കർ ഈസ് നോട്ട് ഫ്രൂട്ട്ഫുൾ എന്നാണ് പറയുന്നത്. ദേഷ്യം ഒന്നിനും ഫലമാകില്ല. ദേഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ചില ആൾക്കാരുണ്ട്, എന്ത് കേട്ട് കഴിഞ്ഞാലും ദേഷ്യത്തോട് തുള്ളിച്ചാടി സംസാരിക്കുക, ദേഷ്യം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ദേഷ്യത്തോടുകൂടി ഉപദ്രവിക്കാൻ വരിക. ഇങ്ങനെയുള്ള സ്വഭാവം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. മനസ്സിലായോ? തൽക്കാലം അവർക്കൊരു ആശ്വാസം കിട്ടുമായിരിക്കും, പക്ഷെ ഇത് ഒന്നിനും ഒരു പരിഹാരമാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തെയും ഫ്രസ്ട്രേഷനെയും ഒക്കെ ഒന്ന് കളയുക. എന്നിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് വരൂ, ശാന്തമാക്കൂ, മനസ്സിനെ ശാന്തമാക്കൂ, എന്നിട്ട് പുതിയൊരു നല്ല തുടക്കത്തിലേക്ക് വരൂ എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്ന് ബി പോസിറ്റീവ്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ഇരിക്കൂ. നോ ദാറ്റ് ഫോർ എ വെരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് ഹാപ്പനിങ് എ ഡിവൈൻ പ്ലാൻ ഇസ് വർക്കിംഗ്. വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. നിങ്ങളൊരു നല്ല സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. അതാണ് നമുക്ക് അനാവശ്യകരമായ കാര്യങ്ങളും ഒരുപാട് സംഭവങ്ങളും ഒക്കെ ജീവിതത്തിൽ നടക്കാറുണ്ട്. അത് ഡിവൈൻ പ്ലാൻ വർക്ക് ചെയ്യുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. റൈറ്റ് ടൈം നിങ്ങൾക്ക് അപ്പോഴാണ് വരുന്നത്. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തുടങ്ങി വെച്ചാലും നിങ്ങൾക്കൊരു ഡിവൈൻ ടൈം എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. മനസ്സിലായോ? ആ ഒരു ടൈം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് തുടങ്ങേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാം, പക്ഷെ അതിനും നിങ്ങൾക്കൊരു നല്ല സമയം വരും. അതുകൊണ്ട് ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോളൂ. വളരെയധികം പോസിറ്റീവായിട്ടിരിക്കൂ. നല്ല സമയം നിങ്ങൾക്ക് വരും. ദൈവികമായ ഒരു സമയം അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വരാനുണ്ട്. അത് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അത് അതിൻ്റെതായ സമയത്ത് വരും. നിങ്ങൾ വിചാരിക്കുന്ന സമയത്തല്ല ഡിവൈൻ ടൈം വരുന്നത്. അതിനും ഒരു സമയമുണ്ട്, അപ്പോഴത് സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി സ്റ്റേ കണക്റ്റഡ് വിത്ത് എന്ന് പറഞ്ഞാൽ കണക്ട് വിത്ത് ദ ഡിവൈൻ ഇൻ യു. നിങ്ങളുടെ ഉള്ളിലേക്ക് ഡിവൈനെ കണക്ട് ചെയ്യൂ. ദൈവികമായ എനർജിയെ നിങ്ങളുടെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യൂ. സിറ്റ് ക്വൈറ്റ്ലി, ക്ലോസ് യുവർ ഐസ് ആൻഡ് കാം യുവർ മൈൻഡ്. യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ട്രബിളിംഗ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് സിറ്റ് ക്വൈറ്റ്ലി, ശാന്തമായി എവിടെയെങ്കിലും നിങ്ങളൊന്ന് ഇരിക്കൂ, എന്നിട്ട് കണ്ണുകളൊന്ന് അടയ്ക്കൂ, എന്നിട്ട് മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ചോദ്യത്തിൻ്റെതായ ഉത്തരങ്ങൾ ലഭിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ടേറിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക്, എല്ലാ ട്രബിളിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നിങ്ങളെ ആയിട്ട് അലട്ടുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിനുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മനസ്സിനെ ശാന്തമാക്കി എവിടെയെങ്കിലും ഒരിടത്ത് കുറച്ചു നേരമെങ്കിലും ഇരിക്കൂ. അല്ലാതെ ടെൻഷൻ അടിച്ച് മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു ബുദ്ധിയും നിങ്ങൾക്ക് ഉദിക്കില്ല. ബുദ്ധിയിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല. ഇതൊക്കെ വളരെയധികം അപകടം പിടിച്ച ആ ഒരു എനർജി തന്നെയാണെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതിന് പകരം നിങ്ങൾ ശാന്തമായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ആശംസിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.